എല്ലാ മനഃശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ വിൻസർ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്നത്തെ നമ്മുടെ കുട്ടി ഗസ്റ്റ് ആദിദേവ് AS ആണ്. അപ്പോൾ ആദിദേവ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ആദിദേവിന് ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ അടുത്ത് പറയാനുണ്ട്. ഏതായാലും നമുക്ക് ആദിദേവിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ആദിദേവ്. ഹായ്. ആദിദേവ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ആദിദേവിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മളെല്ലാം ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. ഒരുപാട് വിശേഷങ്ങൾ ആദിദേവിനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് വിശേഷങ്ങൾ പറയാനില്ലേ നമ്മുടെ അടുത്തൊക്കെ? ഓക്കെ, ആദിദേവിൻ്റെ വിശേഷങ്ങളൊക്കെ പറ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, പിന്നെ വീട്ടിലെ വിശേഷങ്ങൾ. 3ാം ക്ലാസ്, സ്കൂളിന്റെ പേര് കണ്ടച്ചിറ. വീട്ടില് നല്ലതായിട്ടൊക്കെ ഉണ്ട്. അമ്മ അച്ഛനും എല്ലാം ഉണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വെച്ചിട്ട് അമ്മയൊക്കെ പോകാം. ആണോ? അല്ല, കൊച്ചിന് ബ്രേക്ക്ഫാസ്റ്റ് തരും. ഓക്കെ. എന്തായാലും ആദിദേവിൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ നമുക്ക് തുടങ്ങാം അല്ലേ? ആദിദേവിൻ്റെ വീട് എവിടെയാണ്? താനിക്കോക്കിലാണ് വീട് അല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, ചേച്ചി, അമ്മാമ്മ, അപ്പാപ്പൻ. അമ്മാപ്പനും എല്ലാവരും ഉണ്ടല്ലേ? അപ്പം അടിപൊളി കുടുംബമാണല്ലേ അല്ലേ? ഒരുപാട് പേരൊക്കെ ഉള്ളപ്പോൾ നല്ല രസമല്ലേ? വീട്ടിൽ കളിയും തമാശയും ചിരിയൊക്കെ ഇല്ലയോ? രസമല്ലേ? ഓക്കെ. പിന്നെ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? ജോലിക്ക് പോകുന്നു. എവിടെയാണ് വർക്ക് ചെയ്യുന്നവരൊക്കെ? ഒരാൾ സിറ്റിയിൽ, ഒരാൾ സിറ്റി ഫാഷനിൽ. ഓക്കെ. രണ്ടുപേരും എത്ര മണിക്ക് പോകും ജോലിക്ക്? അമ്മ 9 മണിയാകുമ്പോൾ പോകും, പപ്പ 8:30 ആകുമ്പോൾ പോകും. ഓക്കെ. പിന്നെ ആദിദേവിന്റെ വിശേഷങ്ങളൊക്കെ നോക്കുന്ന ആരാണ്? അമ്മയും അച്ഛനും അമ്മാമ്മയും. അല്ല, അമ്മയും അച്ഛൻ രാവിലെ ജോലിക്ക് പോകത്തില്ലേ? അമ്മാമ്മയും അപ്പാപ്പനും. അമ്മാമ്മയും അപ്പാപ്പനും നോക്കും അല്ലേ? പിന്നെ ചോറും കാപ്പിയൊക്കെ ഒരുക്കി തരുന്ന ആരാ? അമ്മ രാവിലെ എല്ലാം റെഡിയാക്കി തന്ന് കുട്ടപ്പനാക്കി നിർത്തിയിട്ടാണോ പോന്നെ? ആണല്ലേ? ഇപ്പൊ ഉച്ചയ്ക്ക് കൊണ്ടുള്ള ചോറ്, രാവിലത്തെ കാപ്പി. രാത്രി അപ്പാപ്പ എണീച്ച് 4 മണിയാകുമ്പോ രാത്രി 4 മണിക്ക് എഴുന്നേക്കും. എണീച്ചിട്ട് ചോറ് വെച്ചിട്ട് പോയി കിടന്നുറങ്ങും. അപ്പാപ്പൻ രാത്രി 4 മണിക്ക് എഴുന്നേറ്റ് ചോറ് വെച്ചിട്ട് പോയി കിടക്കും. അപ്പൊ ഈ ചോറ് വെക്കുന്ന പോയി കിടന്ന് ഉറങ്ങാനാന്നോ? ചോറ് വെച്ചിട്ട് നമ്മൾ കഴിക്കുകയല്ലേ വേണ്ടത്? എന്തിനാ പോയി കിടന്ന് ഉറങ്ങുന്നേ? പിന്നെ 4 മണി ആയതേ ഉള്ളായിരുന്നല്ലോ. രാത്രി 4 മണി ആയതേ ഉള്ളൂ. എന്തിനാ 4 മണിക്ക് ചോറ് വെക്കുന്നേ? 4 മണിക്ക് വെച്ച് അപ്പോഴേ 5 മണിക്ക് 6 മണിക്ക് റെഡി ആകും. 4 മണിക്ക് ചോറ് അരി അടുപ്പിലിടും. അത് 1 മണിക്കൂർ മതി. 1 മണിക്കൂർ കൊണ്ട് ചോറ് വേവും, അരി വേവും. അപ്പൊ ചോറായി. എന്നിട്ട് എന്താ പരിപാടി? എന്നിട്ട് കറി എല്ലാം വയ്ക്കും. അല്ല, അപ്പാപ്പനാണോ വെക്കുന്നത്? അല്ല, അമ്മ വയ്ക്കും. അത് അമ്മാമ്മയും അമ്മയും. അമ്മയും അമ്മാമ്മയും കൂടെ ചേർന്ന് കറികളൊക്കെ വെക്കുന്നത് അല്ലയോ? ഓക്കെ. എന്നിട്ട് അപ്പാപ്പൻ ജോലിക്ക് പോകുന്നുണ്ടോ? പോയിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും. പിന്നെയും പോവല്ലേ? ഓക്കെ. അമ്മാമ്മയോ? അമ്മാമ്മ വീട്ടിൽ കാണട്ടെ. എപ്പോഴും ഫുൾ ടൈം വീട്ടിലുണ്ട് അമ്മാമ്മ അല്ലേ? അപ്പോൾ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഒരാളെ വീട്ടിൽ വേണം അല്ലേ? കൊച്ച് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കണ്ടച്ച സ്കൂളിലാണ് പഠിക്കുന്നത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്. 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലയോ? ഓക്കെ. ഇപ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് നമ്മുടെ ഈ ഇരിക്കുന്ന കുഞ്ഞു കുട്ടിക്കാരൻ അല്ലേ? അപ്പോൾ 3ാം ക്ലാസ് വിദ്യാർത്ഥിയൊക്കെ ആകുമ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും. സ്കൂളിലെ അടിപിടിയൊക്കെ ഉണ്ടായി കാണും എന്തായാലും സ്കൂളിൽ അല്ലേ? അടിപിടി കേസുകളൊക്കെ ഉണ്ടോ? കൂട്ടുകാരോടൊക്കെ അടിപിടി കൂടാറുണ്ടോ? കൂട്ടുകാരോടൊന്നും അടിപിടിയൊന്നും കൂടത്തില്ല? മിടുക്കനായിട്ടിരിക്കും ക്ലാസ്സിൽ പോയാ? അതിനകത്ത് എന്തോ ഒരു ആലോചനയുണ്ടല്ലേ? പിള്ളേരുടെ കുരുത്തക്കടൊന്നുമില്ല, ഒന്നുമില്ല, നല്ല മിടുക്കനാ. വെരി ഗുഡ്. അപ്പം ടീച്ചർമാർ തല്ലാറൊക്കെ ഉണ്ടോ? അടിക്കാറുണ്ട്. നമ്മളെന്തല്ലേ ചെയ്യത്തില്ല ടീച്ചർമാർ? ചില ടീച്ചർമാർ ചെയ്യും. അതെന്തിനാ ചെയ്യുന്നേ? പഠിച്ചോണ്ട് വരാത്തതിന് കുരുത്തക്കേട്. അപ്പോൾ അത് ന്യായമായ കാര്യമല്ലേ? അത് കുഴപ്പമൊന്നുമില്ല. അത് ടീച്ചർമാർ പഠിക്കാത്തതുകൊണ്ടല്ലേ അടിക്കുന്നത്? കുരുത്തക്കടങ്ങല്ലേ ടീച്ചർമാരെ അടിക്കുന്നത്? അത് സ്നേഹമുള്ള ടീച്ചർമാരായിട്ടില്ല അങ്ങനെ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ കുരുത്തക്കടൊക്കെ കാണിച്ചിട്ട് ടീച്ചർമാരെ അടിച്ചില്ലെങ്കിൽ നമ്മളുടെ സ്നേഹമില്ലാതെ കരുതുക. കാര്യം നമ്മളെങ്ങനെ ചീത്തയായി പോകാൻ വേണ്ടിയാണ് അടിക്കാത്തതെന്ന് വിചാരിക്കണം. അപ്പോൾ ടീച്ചർമാർ തല്ലുമ്പം നമ്മൾ നല്ല പിന്നെ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയല്ലേ? കരയത്തില്ല. നിങ്ങൾക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം കാര്യങ്ങൾ. ടീച്ചർ കുരുത്തക്കട കാണിച്ചുകൊണ്ടാണ് നമ്മൾ ടീച്ചർ തല്ലുക. ചുമ്മാ ഇരിക്കുമ്പോൾ ടീച്ചർ ഒന്ന് തല്ലുവോ? ഇല്ല. അപ്പോൾ മനസ്സിലാവും. പിന്നെ കൂട്ടുകാരെ ഏറ്റവും ബെസ്റ്റ് കൂട്ടുകാരാരാണ്? ആസിഫാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. ആസിഫും നിങ്ങളുടെ ഒരു ഫ്രണ്ടിലാണോ ഇരിക്കുന്നത്? ഒരു ബെഞ്ചിലാണോ ഇരിക്കുന്നത്? അല്ല. അതെന്താ? അതങ്ങനെ ബാക്കിൽ ഇരിക്കുന്ന കൂട്ടുകാരോട്ട് എങ്ങനെ എത്ര ഫ്രണ്ടായെന്നേ? അടുത്തടുത്തിരിക്കുന്ന കൂട്ടുകാരെ മുന്നിൽ നമ്മൾ കൂടുതൽ ഫ്രണ്ടാവുന്നത്. ഇതങ്ങ് ബാക്ക് ബെഞ്ചിൽ പോയാൽ എങ്ങനെ കണ്ടുപിടിച്ച് ഫ്രണ്ടാവാൻ?
ഞാൻ നേരത്തെ ഫ്രണ്ടായിരുന്നു. ഫസ്റ്റ് വെച്ച് ഇരുന്നായിരുന്നു അവൻ. ആ 2ാം ക്ലാസ്സിൽ. ഓ, നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ടീച്ചറിന് മനസ്സിലായി, ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ടാണോ മറ്റേ ആസിഫിനെ പിടിച്ച് ബാക്കി കൊണ്ടിരുത്തിയത്? ആണോ? അറിഞ്ഞൂടാ. അതറിയോ? ടീച്ചറുടെ ചോദിക്കണം ഇനി കേട്ടോ. ഞങ്ങൾ രണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആസിഫ്. നീളം നോക്കി വയ്ക്കുന്നു. ഓ, അങ്ങനെയാണല്ലേ. നീളം കൂടിയവരെ ബാഗിൽ കൊണ്ടാക്കും. അങ്ങനെയാണ് സംഭവം. ആ, അപ്പം പിന്നെ മോന് വിഷമം തോന്നിയില്ല അവന് ബാഗ് കൊണ്ടാക്കിയപ്പം? ഞങ്ങൾ എപ്പോഴും ടോയ്ലറ്റിൽ പോകുമ്പോഴൊക്കെ കൈ പിടിച്ച. ഓ, ടോയ്ലറ്റിൽ പോകുമ്പോഴും നമ്മൾ കൈ പിടിച്ചോണ്ടാ പോകുന്നത്. ഓക്കെ. നിങ്ങൾ തമ്മിൽ അടി കൂടാറുണ്ടോ? അടിയൊന്നും കൂടാറില്ല, ഒന്നും കൂടാറില്ല, വഴക്കോലും പറയാറില്ല. ഓക്കെ. നിങ്ങൾ ആരാണ് നന്നായിട്ട് പഠിക്കുന്ന ആരാണ്? അതെനിക്കറിഞ്ഞൂടാ. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ, അടുത്ത സുഹൃത്ത്, എന്നിട്ട് പരീക്ഷയുടെ മാർക്കൊക്കെ തരുമ്പോൾ ഒന്നും അറിഞ്ഞൂടെ ആരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് പഠിക്കുന്നത്? 2ാം ക്ലാസ്സിലെ മാർക്ക് ആസിഫിനും ഐശ്വര്യയ്ക്കും. അവർക്കൊണ്ടാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് അല്ലേ? ഫുള്ള് കിട്ടി. അപ്പോൾ ഇപ്രാവശ്യം ഈ പരീക്ഷ വരാൻ പോയില്ലേ, ഓണ പരീക്ഷയൊക്കെ? ഇപ്രാവശ്യത്തെ അറിഞ്ഞൂടോ, ഇപ്രാവശ്യം തുടങ്ങിയില്ലല്ലോ. തുടങ്ങിയില്ലല്ലോ. അപ്പോൾ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കണം കേട്ടോ. എന്നിട്ട് ഉടനെ നമ്മളെ തിരുത്തിയാൽ വേണം കേട്ടോ. നമ്മൾ കൂട്ടാനൊക്കെ അത്രയും മാർക്ക് പഠിക്കുമ്പോൾ നമ്മളും അത്രയും മാർക്കൊക്കെ മേടിക്കണ്ടേ? അതാണ്. പിന്നെ വീട്ടിലൊക്കെ എങ്ങനെയാണ്? അടിപിടി ചേച്ചിയായിട്ടൊക്കെ ഒക്കെ കൂടാറുണ്ടോ? അടിപിടിയൊന്നും കൂടാറില്ല. അത് എല്ലാത്തിലും അത് അടിപിടിയുടെ കാര്യം ചോദിക്കുമ്പോൾ എല്ലാം ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇല്ല, അടിപിടി കൂടാറേ ഇല്ല. വീട്ടിൽ നല്ല മിടുക്കനാണ്. അച്ഛനും അമ്മയും എല്ലാവരും പറഞ്ഞാൽ അനുസരിക്കുകയൊക്കെ ചെയ്ത പുള്ളിയാണ് അല്ലേ? ആട്ടെ, എത്ര മണിക്ക് എഴുന്നേക്കും രാവിലെ സ്കൂളിൽ പോകാനായിട്ട്? രാവിലെ ഒരു 5 മണിയാകുമ്പോഴൊക്കെ എഴുന്നേറ്റിരിക്കും. 5 മണിയാകുമ്പോൾ എഴുന്നേറ്റിരിക്കും അല്ലേ? ഇരിപ്പ് മാത്രമേ നടക്കത്തോളോ? അവിടെ ഇരുന്നിട്ട് ഇരുന്നങ്ങ് ഉറങ്ങും. ഈ രാവിലെ ആകുമ്പോ എഴുതി പല്ല് തേച്ചിട്ട്. അല്ല, 5 മണിക്ക് എഴുന്നേറ്റിട്ട് എന്താ പരിപാടി? കുത്തിയിരിക്കും. അത് ശരി. 5 മണിക്ക് എഴുന്നേക്കുന്നത് കുത്തിയിരിക്കാനാണോ? തനത്തെ അവിടെ കുത്തിയിരിക്കും. ഉറങ്ങും അവിടെ ഇരുന്ന്? ഇല്ല, ചുമ്മാ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും. അത് ശരി. ആ പുള്ളി 5 മണിയാകുമ്പോഴാണ് സെക്യൂരിറ്റി പണി ഏറ്റെടുക്കുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം ഒരു കൂട്ടായിട്ട് അല്ലേ? അതുവരെ നമ്മൾ ഒച്ചിരി ഉറങ്ങും. നമ്മൾ 5 മണി തൊട്ട് പിന്നെ എത്ര മണി വരെ ഇരിക്കും അവിടെ? 6 മണി വരെ ഇരിക്കും. അതുവരെ നമ്മളവിടെ കാവലായിട്ടിരിക്കും, ഒറ്റ ഇരിപ്പങ്ങിരിക്കും ഇല്ലേ? ഓക്കെ. അപ്പോൾ അമ്മാവ ചോദിക്കത്തില്ല എന്തിനാടാ ഈ 5 മണിക്ക് എഴുന്നേറ്റിരിക്കുന്നതെന്ന്? എല്ലാ ദിവസവും തന്നെ പരിപാടി? അത് വീട്ടുകാരൊക്കെ അറിഞ്ഞായിരുന്നോ 5 മണിക്ക് എഴുന്നേക്കുന്നുള്ള കാര്യം? അയ്യോടാ. അപ്പോൾ കൊച്ചു മാത്രം ഇങ്ങനെ 5 മണിക്ക് എഴുന്നേറ്റോണ്ടിരിക്കും. അത് കൊള്ളാം. ഓ, അതിനു മുമ്പേ 4 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ രാത്രി ആർക്കും ഉറക്കമില്ല. അതാണല്ലോ സത്യം. അപ്പോൾ 4 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്. ഇയാൾ 5 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്. 6 മണിക്ക് അമ്മാമ്മ എഴുന്നേൽക്കുന്നുണ്ട് അല്ലേ? 7 മണിക്ക് അമ്മ. അപ്പോൾ പിന്നെ എന്തോ വേണം? അപ്പോൾ എല്ലാവരും ടൈം തുടങ്ങും. ഉദ്ഘാടനം അപ്പാപ്പനാണ് അല്ലേ? ഓക്കെ. അത് 1/2 മണിക്കൂർ വ്യത്യാസം അല്ലേ? ഓക്കെ. എഴുന്നേറ്റിട്ട് പിന്നെ എന്തൊക്കെയാ പരിപാടി? പിന്നെ കട്ടൻ ചായ കുടിക്കും, പോയി പല്ല് തേച്ചിട്ട് ഫുഡ് തിന്നിട്ട് 9 മണിയാകുമ്പോൾ ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ പോയി ബസ് വരുമ്പോൾ സ്കൂളിൽ പോകും അല്ലേ? തിരിച്ചെത്ര മണിക്ക് വരും? തിരിച്ചൊരു 3:30 ആകുമ്പോൾ വരും. 3:30 ആകുമ്പോൾ വരും. ചോറ് കൊണ്ടുപോവാണോ? അല്ല, അവിടെ ഉണ്ട്. അവിടുത്തെ ആഹാരമൊക്കെ എങ്ങനെയുണ്ട്? നല്ലതാ. എന്തൊക്കെ തരും അവിടുന്ന്? അവിടെ മുട്ട, മോര്, തീയല്. ഓ, അടിപൊളിയാണല്ലേ. അടിപൊളി ആഹാരമാണല്ലേ അല്ലേ? ഇഷ്ടമാണോ അതൊക്കെ? മുട്ട ബിരിയാണി ഉണ്ട്. ആണോ? മുട്ട ബിരിയാണിയൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. അപ്പം പിന്നെ എല്ലാ ദിവസവും അങ്ങനെയാണോ? എല്ലാ ദിവസം ഉണ്ടോ? ചില ദിവസമൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ നമ്മൾ ചോറ് കൊണ്ട് പോകണ്ട അല്ലേ? നമ്മൾ ആ ബാഗും തൂക്കി അങ്ങ് പോയച്ചാൽ മതി. പിന്നെ വൈകിട്ട് തിരിച്ച് എത്ര മണിക്ക് വരും സ്കൂളിൽ വിട്ട്? 3:30 വരും. അത് കഴിഞ്ഞ് കുളിച്ചിട്ട് വീണ്ടും ട്യൂഷന് പോയി 6 മണിയാകുമ്പോ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. 6 മണിയായിട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വെച്ചാൽ അമ്പലത്തിലൊക്കെയോ? എവിടെങ്കിലും അങ്ങോട്ടൊക്കെ പോകും. അമ്പലത്തിലൊക്കെയോ? അത് താങ്ങിപ്പിലൊക്കെ ഇറങ്ങാൻ പോകും? അല്ല, അപ്പാത്ത വീട്ടിലോട്ടോ. ഓ, ചുമ്മാ നമ്മുടെ ചുറ്റുവട്ടുള്ള വീട്ടിലൊക്കെ കൂട്ടുകാരോടൊക്കെ കളിക്കാനൊക്കെ പോകും. ഓക്കെ. അപ്പം മോൻ അതേ സമയം കിട്ടത്തുള്ളൂ അല്ലേ? ആ ഒരു സമയം കിട്ടത്തുള്ളൂ. പിന്നെ ശനി ഞായറൊക്കെ അവധിയല്ലേ? 7 മണിയാകുമ്പോൾ പഠിക്കാൻ കയറും. 7 മണിക്ക് പഠിക്കാൻ കയറും. അതിൽ എത്ര മണി വരെ പഠിക്കും? 8 മണി. 1 മണിക്കൂർ പഠിക്കും. അത് കഴിഞ്ഞിട്ട് പോയി കിടന്നാ 8 മണിക്ക് ഉറങ്ങണം. എന്നാലും നമുക്ക് 5 മണിക്ക് അതിൽ കുത്തിയിരിക്കാൻ പറ്റുമോ? 5 മണിക്ക് അതിൽ കുത്തിയിരിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കിടന്ന് ഉറങ്ങണ്ടേ?
ആ ഓക്കെ. അപ്പോൾ അത് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ. പിന്നെ ചേച്ചിയായിട്ടൊക്കെ എങ്ങനെയാ? ചേച്ചി ഏതി പഠിക്കുന്നു? ചേച്ചി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നിങ്ങളുടെ ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്? ആ അപ്പോൾ ചേച്ചി കൂട്ടുണ്ടല്ലേ? ചേച്ചി കൂട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരുമിച്ച് ക്ലാസ്സിലും ഒക്കെ പോകുന്നത്, സ്കൂളിലൊക്കെ പോകുന്നത്. ഓക്കെ 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 ഓക്കെ. പിന്നെ വീട്ടിൽ എന്തൊക്കെയുണ്ട്? ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്തുവാ? ദോശയും സാമ്പാറും. ദോശ സാമ്പാർ. ഇന്ന് എന്തൊക്കെ കഴിച്ചു? ഇന്ന് ചോറ്. രാവിലെ ചോറാണോ കഴിച്ചത്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ദോശ സാമ്പാറും ഒക്കെയാണ് ഇഷ്ടപ്രിയനാണല്ലേ? എവിടെയെങ്കിലുമൊക്കെ ടൂറിനൊക്കെ പോകാറുണ്ടോ? എവിടെയൊക്കെ സ്കൂളിൽ ടൂർ പോയായിരുന്നു. എവിടെ? പ്രൈവറ്റിലും ബീച്ചിലും. ബീച്ച്? ഏത് ബീച്ചിലാ? കൊല്ലം ബീച്ച്. കൊല്ലം ബീച്ചിൽ പോയി. എന്തൊക്കെ കണ്ട് കൊല്ലം ബീച്ചിൽ പോയിട്ടു? അവിടുന്ന് പട്ടം കണ്ട്, വെള്ളം കണ്ട്, തിരമാല അടിക്കുന്ന. ആദ്യമായിട്ടാണോ കാണുന്നത് ഇതൊക്കെ? ഒത്തിരി നാളും കണ്ടിട്ടുണ്ട്. ഒത്തിരി നാളുകൾ കണ്ടിട്ടുണ്ട്. പിന്നെ അമ്മയുടെ കടയിൽ നിന്ന് ടൂർ പോയായിരുന്നു. ഓ, അപ്പൊ ചുരുക്കി പറഞ്ഞ ടൂർ കുട്ടിയാണ്. ബീച്ചിലും വാട്ടർ പാർക്കിലും. എല്ലാം ബീച്ചാണോ? ബീച്ച് വിട്ടുള്ള കളിയില്ല? ആദ്യം തൊട്ട് ബീച്ച്, പിന്നൊക്കെ വേറെ സ്ഥലത്തൊക്കെ. ആണോ? ഇത് ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം? വണ്ടർലായി പോയായിരുന്നോ? അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്തു? പോയിട്ട് വെള്ളത്തിൽ കളിച്ച്. ഇനിയും പോകാൻ തോന്നുന്നുണ്ടോ? പോകുന്നില്ല. ഓക്കെ. പാട്ടൊക്കെ പാടുവോ? പിന്നെന്താ ചെയ്യും? മിമിക്രി. മിമിക്രി ചെയ്യും. മിടുക്കനാണല്ലോ. അപ്പൊ കൊച്ചു പുള്ളിയാണെങ്കിലും വില്ലനാണല്ലേ? സകലകലാവലവനാണ്. ഓക്കെ. അപ്പൊ മിമിക്രി നമുക്ക് എന്തൊക്കെ ചെയ്യും? കിളിയുടെ സൗണ്ട് ഉണ്ടാക്കും, പട്ടിയുടെ സൗണ്ട് ഉണ്ടാക്കും. അയ്യോ എന്റെ അമ്മോ, നമുക്കത് കേട്ടാലോ? പറഞ്ഞോ, അതെന്താണ്? എന്തൊരു കിളിയാ അത്? കരിയിലെ കിളി. അപ്പം ഇപ്പോൾ ഈ കിളിയുടെ സൗണ്ടൊക്കെ കിളികളൊക്കെ വരാൻ മനസ്സിലാക്കാറുണ്ടോ? ഇപ്പൊ കാക്ക എങ്ങനെ കരുത്? മൈനയോ? ആണോ? പ്രാവോ? കുടുകുടൂന്ന് കരയും. ശരി ശരി. തത്തമ്മ? കൊക്കിനെ കണ്ടിട്ടുണ്ടോ? കൊക്ക എങ്ങനെ കരയുന്നത്? കോക്കോന്ന് കരയും. അപ്പൊ കോഴിയോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ആള് പുലിയാണ്. ഇനി പട്ടിയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിരെ. ഇത് ഇച്ചിരി മുതുക്ക് പട്ടിയാണല്ലേ? അത് കുഞ്ഞു പട്ടി. അത് ശരി. അടിപൊളി. കൊച്ചു ഇതെല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. മുതുക്ക് പട്ടിയും കുഞ്ഞു പട്ടിയും ഒക്കെ കുഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ആരെയറിയാം? പൂച്ച. അയ്യോ, ഇത് പ്രസവിച്ചിട്ട പൂച്ചയാണോ ഇപ്പൊ കണ്ട്? ചുമ്മാ അല്ല. ഇപ്പോഴാണ് വീട്ടിലാണ് പൂച്ച പ്രസവിച്ചോ? അന്തരം കേട്ട് പഠിച്ചാണ് ഈ സൗണ്ട്? വാവ്, സൂപ്പർ സൂപ്പർ കേട്ടോ. അതല്ല അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ പൂച്ചകളൊക്കെ ഇങ്ങനെ പ്രസവിച്ച് കഴിയുമ്പോൾ കുഞ്ഞു സൗണ്ടല്ലേ, അത് കുഞ്ഞ് പഠിച്ചു. ഓക്കെ. അടുത്തൊരു സൗണ്ടാണ് അത്, മുതുക്ക് പൂച്ച. ഓക്കെ ഓക്കെ. കൊള്ളാം. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അറിയാമോ? വേറെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കട്ടെ. അപ്പം കൊച്ചു ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വീട്ടുകാരായിട്ട് പഠിച്ച് വളരണം. വളർന്ന് ആരാകും? ജോലിയെ കിട്ടി ബസ് ഡ്രൈവർ. അടിപൊളി. ഇത്രയൊക്കെ പഠിച്ച് മുട്ടനായിട്ട് വരാൻ നമ്മൾ ബസ് ഡ്രൈവർ ആവുമോ? ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ ആവും. പോലീസ് ആവും. ഏതെങ്കിലും ഒന്നല്ലേ ആവാൻ പറ്റൂ? ബസ് ഡ്രൈവർ ആവും, പിന്നെ പോലീസ്, അല്ലെങ്കിൽ മിലിറ്ററി ആവും. ഇത് മൂന്നും ഒരു പോലീസ് മിലിറ്ററി ഒരു കണക്ഷൻ ഉണ്ട്. മിലിറ്ററി മാത്രം. ഉറപ്പിച്ചോ? എല്ലാവിധ ആശംസകളും മോന് നേരുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.